ഹായ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോബ് സീക്കർ വിസയ്ക്ക് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള നല്ല ബെറ്റർ ഓപ്ഷൻ ആയിട്ടുള്ള രാജ്യങ്ങളെ കുറിച്ചാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഈ ജോബ് സീക്കർ വിസയ്ക്ക് ഉള്ളത്. അതായത് നമ്മൾ സാധാരണയായിട്ട് പല ആളുകൾക്കും ഫൈനാൻഷ്യലി പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് അവരൊരിക്കലും എന്താ പറയുക നമ്മുടെ എഡ്യൂക്കേഷൻ വിസയോ അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് വിസയോ എടുക്കാൻ പ്രിഫർ ചെയ്യാറില്ല. അതിന് പകരം ഏതെങ്കിലും ഏജന്റിന്റെ അല്ലെങ്കിൽ സെൽഫ് ബുദ്ധിയുടെ ഇതിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വിസിറ്റ് വിസയിൽ വന്നിട്ട് വിസ കൺവേർട്ട് ചെയ്യാൻ നോക്കും. പക്ഷേ ഇവിടെയുള്ള ഒരു ഇഷ്യൂ ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞേക്കണ പോലെ തന്നെ ഇവിടെയുള്ള ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ്, നമുക്കത് പ്രാക്ടിക്കലി പോസിബിൾ ആവാത്തൊരു കാര്യമാണ്. എന്നാൽ വെൻ ഇറ്റ് കം ടു ദ ജോബ് സീക്കർ വിസയിൽ വരുവാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക, നമുക്ക് വൺസ് ഒരു വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് മാറ്റാം. സോ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് നിങ്ങൾ വൺസ് ജോബ് സീക്കർ വിസയിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിസിറ്റ് വിസയ്ക്ക് പകരം നിങ്ങൾ ജോബ് സീക്കർ വിസ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലീഗലി ആയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും ബെനിഫിറ്റുകളും കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെ എന്താ പറയുക നമ്മൾ എന്താണ് ഈ രണ്ടിനും ഓൾമോസ്റ്റ് കോസ്റ്റ് വരുന്നത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ നമ്മൾ ലോങ് ടൈം ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ജോബ് സീക്കർ വിസ പ്രിഫർ ചെയ്യുക. ഇതിന്റെ ബെനിഫിറ്റുകളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൽ ഫസ്റ്റ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിസിറ്റ് വിസയിൽ വന്ന് മാറുന്നതിനേക്കാളും ഓൾമോസ്റ്റ് സെയിം കോസ്റ്റിൽ തന്നെ നമുക്ക് ലീഗലായിട്ട് നമുക്ക് ഒരു രാജ്യത്തേക്ക് വന്ന് അവിടെ വന്ന് നമുക്ക് ജോബ് സെർച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കത് ലീഗലായിട്ട് തന്നെ നമ്മുടെ വർക്ക് പെർമിറ്റിലേക്ക് മാറ്റി നമുക്ക് എന്താ പറയുക വർക്ക് വിസ പിന്നെ PR അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് ലീഗലായിട്ട് മാറാൻ പറ്റും. എന്നാൽ നമ്മൾ മറ്റേ വിസയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടൈം പീരീഡിൽ തന്നെ പോകണം. അതുപോലെ തന്നെ എക്സ്റ്റൻഷനോ കാര്യങ്ങളോ ഒന്നും പോസിബിൾ അല്ല. പക്ഷെ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങൾക്കും ഡിഫറെൻറ്റ് റൂളുകളാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ടോപ്പ് 5 ആയിട്ടുള്ള 5 കൺട്രീസിനെ ഞാൻ ചൂസ് ചെയ്തത്. കാരണം നമുക്ക് കുറച്ചും കൂടി ബെനഫിഷ്യൽ ആയിട്ടുള്ള രാജ്യങ്ങൾ അതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. സോ ആ ഒരു കാര്യം എപ്പോഴും ഓർക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ലീഗലായിട്ട് പോസിറ്റീവ് വേയിൽ കുറഞ്ഞ ചിലവിൽ നമുക്ക് വരാനും പോകാനും പറ്റുന്ന ഏറ്റവും നല്ലൊരു പോസിബിലിറ്റി ഉള്ള ഒരു വിസയാണിത്. അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ ലോങ് ടൈം നിൽക്കുന്ന മെജോറിറ്റി ഓഫ് ദ ആളുകൾ എല്ലാവരും നമ്മൾ ലോങ് ടൈം നിൽക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ്. സോ നമുക്ക് ഈ ഒരു വിസയാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. റാദർ ദാൻ നമ്മൾ ഈ വിസിറ്റ് വിസേനേക്കാളും കൂടുതൽ സേഫ് ഇതാണ്. ദ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഗലായിട്ടാണ് വരുന്നത്. അതായത് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത് ലീഗലാണ്. നമ്മൾ യാതൊരു നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും നമ്മൾ ഇടപെടുന്നില്ല. സോ എല്ലാം ലീഗലായിട്ട് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടാണ് നമ്മൾ ജോബ് സീക്കർ വിസയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചറിലേക്ക് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നിടത്തോളം കാലം അല്ലെങ്കിൽ നമ്മൾ ജോബ് സെർച്ച് ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ ലീഗൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എംപ്ലോയർക്ക് നമുക്കൊരു ജോബ് തരാനോ അല്ലെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസൃതമായിട്ടുള്ള ഒരു ജോബ് കിട്ടാനോ നമുക്ക് ഈസിയാണ്. കാരണം നമ്മൾ ലീഗലായിട്ടാണ് വന്നേക്കുന്നത്, ലീഗൽ വിസയിലാണ് ഇരിക്കുന്നത്. അല്ലാതെ നമ്മൾ എന്താ പറയുക വിസിറ്റ് വിസയിൽ വന്നിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കുന്നതല്ല. സോ എംപ്ലോയറിന്റെ സൈഡിലാണെങ്കിൽ അവർക്കും ഒരു പോസിറ്റീവ് സൈഡാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മളിത് ഫ്യൂച്ചറിൽ നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജോബ് സീക്കർ വിസയിൽ നിന്നാണ് നേരെ കൺവേർട്ട് ചെയ്യുന്നത്, അല്ലാതെ വിസിറ്റ് വിസയിൽ നിന്നല്ല. എന്നാൽ നമ്മൾ അതർ ഹാൻഡ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എക്സ്പെൻസസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വിസിറ്റ് വിസയിൽ നമുക്ക് ഷെങ്കൻ സോണിലേക്ക് ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു വിസയിൽ വരുമ്പോൾ നമ്മൾ സ്പെസിഫിക് ഇപ്പോൾ ജർമ്മനി എടുത്ത ജർമ്മനിയുടെ ജോബ് സീക്കർ വിസയിലാണ് വരുന്നതെങ്കിൽ പോലും നമുക്ക് ഷെങ്കൻ ഏരിയയിലേക്ക് നമുക്ക് എന്താ പറയുക നമുക്കൊരു ഫ്രീ ആക്സസ് കിട്ടുന്നതാണ്. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് നെറ്റ്വർക്കിംഗ്. ഈ നെറ്റ്വർക്കിങ്ങിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഗലായിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇപ്പം ലിങ്ക്ഡിൻ വഴി പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ലിങ്ക്ഡിൻ വഴിയാണെങ്കിലും അല്ലെങ്കിൽ നോൺ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും കമ്മ്യൂണിറ്റി വഴി ഇന്ത്യൻ കമ്മ്യൂണിറ്റിയോ മലയാളി കമ്മ്യൂണിറ്റി വഴി നമുക്ക് ഒരു ഡയറക്റ്റ് നെറ്റ്വർക്കിംഗ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം നമ്മൾ ഈ രാജ്യത്ത് ലീഗലായിട്ടാണ് സ്റ്റേ ചെയ്യുന്നത്. സോ നമ്മളെ സഹായിക്കണം എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ പോലും നമ്മുടെ സ്റ്റാറ്റസ് ലീഗലായതുകൊണ്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും. ഇനി അതർ ഹാൻഡ് നമ്മൾ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് പോലും നമ്മളെ സഹായിക്കാൻ പറ്റില്ല. അവർ പോലും എന്താ പറയുക ഈ വള്ളി പിടിക്കാൻ നിൽക്കില്ല. ഇതിനെ ഒരു അനാവശ്യമായിട്ട് നമ്മളൊരു വള്ളി പിടിക്കേണ്ട ഒരു ആവശ്യമില്ല. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വരുവാണ്. അതുപോലെ തന്നെ ജോബ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതിനുള്ള റീസൺ ഇത്രയുള്ളൂ, നിങ്ങൾ ലീഗൽ സ്റ്റാറ്റസിൽ നിൽക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് ജോബ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. സാധാരണ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു റെസിഡന്റിന് അതേ പോസിബിലിറ്റീസ് തന്നെ നിങ്ങൾക്കും ഉണ്ട്. സോ
നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാനും അതുപോലെ തന്നെ ജോബ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ് കമ്പയർ ടു നമ്മുടെ വിസിറ്റ് വിസേനേക്കാളും കൂടുതൽ. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോക്കലി നമ്മളിവിടെ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിക്കലി ഈ രാജ്യത്തുള്ള ഒരാളാണ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യണമുണ്ട്, നല്ല നല്ല കമ്പനികളാണെങ്കിൽ പോലും നമുക്കൊരു ജോബ് തരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതായത് നമ്മൾ ഇന്ത്യൻ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പോസിബിലിറ്റീസ് നമ്മളിവിടെ ഫിസിക്കലി അവൈലബിൾ ആണ്. നമ്മൾ ഈ രാജ്യത്തിൻ്റെ ലീഗൽ സ്റ്റേ ആണ്. അതുകൊണ്ട് നമുക്ക് ജോബ് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റീസ് കൂടുതലാണ്. സോ എല്ലാം കൊണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലീഗലായിട്ട് സ്റ്റേ ചെയ്യുന്നത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ ലോക്കൽ റിസോഴ്സസും നമുക്ക് യൂസ് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. സോ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലീഗലായിട്ട് നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. നമ്മൾ ഈ വളഞ്ഞ വഴി നോക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ജോബ് സെർച്ച് ചെയ്യണം, നമ്മൾ ഈ വിസിറ്റ് വിസയ്ക്ക് പകരം ജോബ് സീക്കർ വിസ നോക്കുക. കാരണം കോസ്റ്റ് വരുന്നത് സെയിം ആണ്. ആ ഒരു ഇതെന്ന് പറയാൻ നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ളൊരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. ആ ഒരു സാധനം നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇവിടെയുള്ള കമ്പനികളിലേക്ക് നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ ലീഗലായിട്ട് വരുന്നത് കൊണ്ട് ഇവിടെയുള്ള ബാക്കി സാധാരണ ഒരു റെസിഡൻറ്റിനുള്ള എല്ലാ റൈറ്റ്സും നിങ്ങൾക്കുണ്ട്. ജോബ് സെർച്ച് ചെയ്യാനും ഇവിടുത്തെ ലോക്കൽ റിസോഴ്സസ് യൂസ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കുള്ള റൈറ്റ്സ് നിങ്ങൾക്കുണ്ട്. അപ്പാർട്ട് ഫ്രോം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക വിസിറ്റ് വിസയിൽ വന്ന് ആ പീരീഡ് കഴിഞ്ഞ് നിങ്ങൾ ഇല്ലീഗലായിട്ടാണ് സ്റ്റേ ചെയ്യുന്നത്. സോ മാക്സിമം അതുപോലത്തുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. തൊട്ട് ഈ ജോബ് സീക്കർ വിസ പോലത്തുള്ള ഓപ്ഷനുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇൻ അഡീഷൻ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ എല്ലാ രാജ്യത്തിനും ഡിഫറെൻ്റ് ആണ് റൂൾസ്. അതുകൊണ്ട് നിങ്ങൾ ഏത് രാജ്യത്തേക്കാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ജോബ് സീക്കർ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനും ഈ പോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുവാനും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, വിസിറ്റ് വിസേനേക്കാളും ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ജോബ് സീക്കർ വിസയാണ്. ഞാൻ ലാസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു കാര്യവും നടന്നില്ലെങ്കിൽ പോലും നമുക്ക് ഉള്ള എന്താ പറയുക ജോബ് വെച്ച് നമ്മൾ മുടക്കിയ കാശ് തിരിച്ചു പിടിക്കാം. ഇനി ഇത് പറ്റിയില്ല കുഴപ്പമില്ല, നമുക്ക് ലീഗലായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ജോബ് ചെയ്ത് നമ്മൾ മുടക്കിയ കാശ് തിരിച്ചു പിടിക്കാം. ഇനി അത് വേണ്ട, നമുക്ക് അങ്ങനെ വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ഷെങ്കൻ സോണിലേക്ക് എല്ലാ രാജ്യങ്ങളും ആക്സസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് നടത്തിയിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാം. ഈ രണ്ട് ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ വിസിറ്റ് വിസയിൽ വന്നു കഴിഞ്ഞാൽ ജോബ് ചെയ്യാനും പറ്റില്ല, നമ്മൾ മുടക്കിയ കാശ് ആ വഴിക്ക് തന്നെ പോകും. സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾ ജോബ് സീക്കർ വിസ തന്നെ പ്രിഫർ ചെയ്യുക, നമ്മുടെ എന്താ പറയുക നമ്മുടെ വിസിറ്റ് വിസേനേക്കാളും കൂടുതൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.